മാലിന്യമുക്തം നവകേരളം പ്രഖ്യാപനത്തിനും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ ചെലവഴിക്കാൻ സർക്കാർ. പ്രാദേശിക തലത്തിൽ നടക്കുന്ന പരിപാടികളുടെ മുഴുവൻ ചെലവും തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കണം. വാർഡ് തലം തൊട്ട് പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും പ്ലാൻ ഫണ്ടും തനത് ഫണ്ടും ഉപയോഗപ്പെടുത്താമെന്നും സർക്കാരിന്റെ ഉത്തരവ്. മാർച്ച് 30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനം നടത്തുമ്പോൾ പേരും പെരുമയും സർക്കാരിനും സാമ്പത്തിക ബാധ്യത തദ്ദേശ സ്ഥാപനങ്ങൾക്കും എന്നതാണ് അവസ്ഥ. വാർഡ് തലം മുതൽ ശുചിത്വ പ്രഖ്യാപന സദസ്സുകളും സാംസ്കാരിക പരിപാടികളും ഇൻസ്റ്റലേഷനുകളും ജാഥകളും ഒക്കെ സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം. ഒപ്പം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപന പ്രസംഗം തത്സമയം പ്രദർശിപ്പിക്കുകയും വേണം. സംഘാടനത്തിന് പുറമെ പരിപാടികൾക്ക് വേണ്ടി വരുന്ന ചെലവ് മുഴുവനും തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ വഹിക്കണം. പഞ്ചായത്തുകൾക്ക് 2 ലക്ഷം വരെയും മുനിസിപ്പാലിറ്റികൾക്ക് 5 ലക്ഷം വരെയും കോർപ്പറേഷനുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും 10 ലക്ഷം വരെയും പരിപാടികൾക്കായി ചെലവഴിക്കാം. വേണമെങ്കിൽ സ്പോൺസർഷിപ്പ് മാർഗങ്ങൾ സ്വീകരിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന വൃത്തി കോൺക്ലേവിന് 8 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നും സർക്കാർ കൈയിട്ട് വരുന്നത്. ഒപ്പം കോൺക്ലേവിന് പോകുന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ചെലവും പ്രചാരണ പരിപാടികളുടെ ചെലവും തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ നിർവഹിക്കണം. ഇതിനൊപ്പമാണ് മാലിന്യമുക്തം ക്യാമ്പിന്റെ പേരിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ദൂർത്തരിപ്പിക്കുന്നത്. ജനം, തിരുവനന്തപുരം.